ആര്യയുടെ മെഹന്തി ഫംഗ്ഷൻ്റെ സമയത്തായിട്ട് ജലജ എല്ലാവരെയും ഒന്ന് ഇതാക്കാൻ വേണ്ടി കല്യാണം അലമ്പാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ജ്യൂസിലും വോഡ്ക മിക്സ് ചെയ്യുന്നുണ്ട്. ഇതറിയാതെ എല്ലാവരും അതെടുത്ത് കുടിക്കുന്നൊക്കെയാണ് കേട്ടോ. അങ്ങനെ വലിയൊരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ച് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് വേറൊരു വീഡിയോ ആണ്. അതായത് ഇതൊന്നും അറിയാതെ രാത്രിയിൽ നയനയും ആദർശം കൂടിയിട്ട് ആ ഒരു ജ്യൂസൊക്കെ എടുത്ത് കുടിക്കുകയാണ്. കുടിച്ച് അവർക്ക് അത് ഇഷ്ടം കൂടിയിട്ട് അവർ ഒരുപാട് കുടിച്ച് അവർ രണ്ടുപേരും ലെക്ക് ഇടുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ആടി വിധത്തിൽ അവരുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ആദർശം നയനേക്കരി കെട്ടിപ്പിടിക്കുകയാണ്. നയനയും ആദർശനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും പരസ്പരം അവരുടെ പ്രണയങ്ങൾ തുറന്നു പറയാണ്. നയന പറയാണ്, ആദർശേട്ടാ, ഇത്രയും നാളും എൻ്റെ മനസ്സിലുള്ള പ്രണയം മൊത്തം എനിക്കിപ്പോൾ ഇവിടെ വാരി വതറണമെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ചോദിക്കുകയാണ്, നീ ഛർദ്ദിക്കാൻ പോവാണോ ചോദിക്കുമ്പം അതേ ആദർശേട്ടാ, എന്നെ പ്രണയം ഞാൻ ഛർദ്ദിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരിയൊക്കെ നയന പറയുന്നുണ്ട്. ആദർശ് പറയണം, എനിക്ക് നിന്നോട് പറയാനുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. എനിക്കുണ്ടല്ലോ നിന്നെ ഒരുപാട് ജീവനാ, നിന്നെ ഞാൻ ഒരുപാട് തവണ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയായിരിക്കും. അന്നൊക്കെ എനിക്ക് നിന്നോട് വെറുപ്പായിരുന്നു. പക്ഷെ എനിക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടമുണ്ട്. മുത്തശ്ശനെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രണയം ആരംഭിച്ചത്, അഭിനയിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇങ്ങനല്ല, അഭിനയിച്ച് അവസാനം എനിക്ക് ഇതിനോട് ശരിക്കും ഇഷ്ടമായി തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയാണ്, ഇവിടെ വീട്ടിലേക്ക് വന്ന സമയത്ത് എനിക്ക് നിങ്ങളെ പേടിയായിരുന്നു, നിങ്ങളുടെ അമ്മയെ പേടിയായിരുന്നു. പതുക്കെ അതൊക്കെ മാറിയിട്ട് നിങ്ങളുടെ മനസ്സിനകത്തുള്ളത് ഒരു വെള്ളരി പ്രാവാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഞാൻ ആദർശനെ ഒരുപാട് സ്നേഹിച്ചു. പക്ഷെ പല സമയത്തും ആദർശനെ എന്നെ അവോയ്ഡ് ചെയ്ത് വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിട്ടപ്പോൾ എനിക്ക് ആദർശനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. പിന്നെയും ഓർത്തപ്പോൾ എനിക്കൊരു യോഗ്യതയുമില്ലാതെ ഇങ്ങോട്ടേക്ക് കയറി വന്നതുകൊണ്ടാണ് എന്ന് കരുതിയിട്ട് ഞാൻ തന്നെ മനസ്സിനെ സമാധാനിപ്പിക്കായിരുന്നു. അതുപോലെ തന്നെ മുത്തശ്ശൻ്റെ അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ മുത്തശ്ശനോടായിട്ട് ഞാൻ അവിടെ നിൽക്കാൻ തുടങ്ങായിരുന്നു. പക്ഷെ ഈയിടെയായിട്ട് ആദർശനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വിടച്ചിയുടെ കാര്യം വന്നപ്പോഴൊക്കെ ആദർശനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ആദർശനോട് ഭയങ്കര സ്നേഹം തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറഞ്ഞ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിന്നിട്ട് ഇങ്ങനെ മോഹം നോക്കി പറഞ്ഞുകൊണ്ടേ നിൽക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് രണ്ടുപേരും കടങ്ങുന്ന സമയത്ത് കാല് സ്ലിപ്പായി ബെഡിലേക്ക് വീഴുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ഇങ്ങനെ നയനയുടെ തലയിലും കവളത്തിലും തടവിയിട്ട്, നീ ഭയങ്കര സുന്ദരിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന ചോദിക്കുകയാണ്, ഇത്രയും നാളെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഇത്രയും നാളെ സൗന്ദര്യം ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സമയമില്ലായിരുന്നോ, ഇപ്പോഴാണോ ശ്രദ്ധിക്കുന്നത് ചോദിക്കുമ്പം ഓരോന്നിനും ഓരോ സമയമുണ്ടെന്നല്ലേ നയനയെ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കട്ടിലേ കിടന്ന് ചുമ്മാ കിടന്നിങ്ങനെ ഒച്ചയ്ക്ക് ചിരിച്ചുകൊണ്ടേ നിൽക്കുകയാണ് കേട്ടോ. അതിനുശേഷം ആദർശ് പറയുന്നുണ്ട്, ആദർശ് നേരെ തിരിഞ്ഞിട്ട് നയനെയും കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഭൂമി എത്ര മനോഹരമാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം, എന്താ ആദർശേട്ടാ കവിത ചൊല്ലാനുള്ള പരിപാടിയാണെന്ന് ചോദിക്കുമ്പം, അതേ നയന, നിന്നെ കാണുമ്പം എനിക്ക് കവിത ചൊല്ലാനാണ് തോന്നുന്നത്. ഈ മനോഹരമായ ഭൂമിയിൽ ഒരു കോണിൽ കിടന്ന് നീ മറ്റൊരു കോണിൽ കിടന്ന് ഞാനും കൂടെ ഒരുമിച്ചില്ലേ, ഒരിക്കലും ഒന്ന് ചേരാത്ത രണ്ടുപേരും തമ്മിൽ ഒന്നിക്കുന്നത് തന്നെ ഈശ്വരൻ്റെ ഒരു കലയല്ലേ എന്ന് ചോദിക്കുകയാണ്. ശേഷമുള്ള നമ്മുടെ അടിയും പിണക്കവും വഴക്കും എല്ലാം നമ്മുടെ പ്രണയത്തിന് വേണ്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞിട്ട് ആദർശ് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ് ഒക്കെ പ്ലേ ചെയ്തിട്ട് നയനിനെ കെട്ടിപ്പിടിച്ച് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. നയനയും അവൻ്റെ കൂടെ ഡാൻസൊക്കെ കളിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സിറ്റുവേഷനിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് പറയുകയാണ്, നീ വന്നതിന് ശേഷമാണ് എൻ്റെ മുറി എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടത്. അത് മാത്രമല്ല, നീ ചൂടുന്ന മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഈ റൂം മുഴുവനും ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആ റൂം മുഴുവനും ചുറ്റിക്കറങ്ങി ആദർശ് ഇങ്ങനെ നയനയും കൊണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും കാരണം ാണ് എന്റെ ഐശ്വര്യം എന്ന് പറയുന്നുണ്ട്. നയനെ കുറെ ഇങ്ങനെ പുകഴ്ത്തി എടുത്തു പോക്കുന്നൊക്കെയാണ് കേട്ടോ. എടുത്തു പൊക്കിയിട്ട് പറയുന്നുണ്ട്, നീ വരയ്ക്കുന്ന ഡിസൈൻ പോലെ തന്നെ നീ എന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നയനെ ചോദിക്കുകയാണ്, ഈ രാത്രി മാത്രമുള്ളൂ, എല്ലാ രാത്രിയിലും ആദർശം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ, ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ കട്ടിലേക്ക് കയറുന്നുണ്ട്. കട്ടിലേക്ക് കയറിയതിനു ശേഷം നയനോട് വീണ്ടും ഇങ്ങനെ ആദർശം കുറേ കവിതകളൊക്കെ പറയാണ്. നയനെ അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നയന നല്ല പൂസാണല്ലോ. അപ്പോൾ നയനെയും ആദർശനോട് അങ്ങനെ തന്നെ പറയുന്നുണ്ട്, എനിക്കും ആദർശേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ തല്ലിക്കൊല്ലാനാണ് തോന്നിയത്. അതിനുശേഷമൊക്കെ എനിക്ക് നിങ്ങളോട് ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷെ എൻ്റെ ഭർത്താവായി വന്നതിന് ശേഷം എനിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നിയിട്ടേ ഇല്ല. എനിക്ക് നിങ്ങളുടെ മനസ്സിനകത്ത് പ്രണയം മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളെന്നെ ചതിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ നയനെ ആ ഒരു ലെറ്ററിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു കത്ത് നിങ്ങൾ ആ ഒരു ഇതിനകത്തിട്ടിരുന്നപ്പോൾ ഞാനതെടുത്ത് വായിച്ചു. അങ്ങനെ അമ്പലത്തിലേക്ക് പോയത് എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. നിങ്ങളുടെ സ്നേഹമൊക്കെ അഭിനയമാണല്ലോ എന്ന് തോന്നിയപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശനോട് നയനെ ഒരുപാട് സങ്കടപ്പെട്ട് പറയുന്നുണ്ട്. നീ എന്തിനാ സങ്കടപ്പെടുന്നേ, അതൊക്കെ ഞാൻ അന്നത്തെ ഒരു ഇതിലെഴുതിയതല്ലേ, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഈ ലോകത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നിന്നെയാണ്. അത് കഴിഞ്ഞിട്ട് അതുമായി മാത്രമേ എൻ്റെ അമ്മ പോലും ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയാണ്, നമുക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് ഒരു കുഞ്ഞാവ് വേണമെന്ന് പറയാണ്. നയനെ
പറയുന്നുണ്ട് ഞാൻ കുറേ കാലം കൊണ്ട് ആദർശോട് ഈ കാര്യം പറയല്ലേ എന്ന് പറയുമ്പോഴേക്കും ഇപ്പോഴതിനുള്ള സമയത്ത് വന്നത് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ല. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. എൻ്റെ മുത്തശ്ശനോട് പറഞ്ഞതാ ആദർശം നയനയ്ക്കും കൂടിയിട്ട് ഒരു കുഞ്ഞാവ് വേണം, എത്രയും പെട്ടെന്ന് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം നയനെ ഹഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും ബൂസായിട്ട് കിടന്നവിടെ ഉറങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുമിച്ച് പുതപ്പൊക്കെ പൊതിച്ച് രണ്ടുപേരുടെ കിടന്ന് ഉറങ്ങിപ്പോവാണ്. അങ്ങനെ രാവിലെ ആദർശം എഴുന്നേൽക്കുമ്പോഴേക്കും ആദർശ് കണ്ണ് തുറന്ന് നോക്കുമ്പോഴേക്കും നയനെ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്തൊക്കെ കിടക്കായിരിക്കും. അങ്ങനെ പെട്ടെന്ന് നയനെ ഇങ്ങനെ തട്ടി കിടക്കുന്നുണ്ട്, നയനെന്നും പറഞ്ഞിട്ട്. അപ്പോഴേക്കും നയനെ ഇങ്ങനെ എഴുന്നേൽക്കുക. അപ്പോൾ അവരുടെ സാരിയുടെ ആ ഒരു പിന്നിങ്ങനെ വിട്ട് കിടക്കായിരിക്കും. അപ്പോൾ നയനെ പെട്ടെന്ന് സാരിയൊക്കെ നേരെയാക്കിയിട്ട് അവൾ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. നയനെ പറയുന്നുണ്ട് നല്ല തലവേദന എടുക്കുന്നുണ്ട് ആദർശേട്ടാന്ന് പറയുമ്പം എനിക്കും തലയ്ക്കകത്ത് നല്ല വേദന ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നയനെ ചോദിക്കുകയാണ് ഇന്നലെ എന്തൊക്കെയാ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട് എനിക്ക് എന്തൊക്കെയോ ചെറിയൊരു ഓർമ്മയൊക്കെ ഉണ്ട്. ഞാൻ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നിയെന്ന് പറയുമ്പോൾ തോന്നിയതല്ല പറഞ്ഞിരുന്നു. ലാസ്റ്റായിട്ട് നമുക്ക് എത്രയും പെട്ടെന്നൊരു കുഞ്ഞാവ് വേണ്ടേന്ന് ആദർശേട്ടൻ ചോദിച്ചിരുന്നു. അതുവരെ എനിക്ക് ഓർമ്മയുള്ളൂ എന്ന് അതിനെ പറയുന്നുണ്ട്. ആദർശ് പറയാണ് എനിക്കും അതുവരെ മാത്രമേ ഓർമ്മ കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശ് ഈശ്വര എൻ്റെ കൈവിട്ടെങ്ങാണം പോയോ, എൻ്റെ ഇവളെങ്ങാണം ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വര എന്തായിരിക്കും അവസ്ഥ, എൻ്റെ അമ്മ അറിഞ്ഞ് എന്നെ കൊന്നുകളെന്നൊക്കെ ഞാൻ ആദർശ് മനസ്സിലാലോചിക്കുമ്പോൾ ഞാൻ ചോദിക്കണം എന്താ ആദർശേട്ടാ. എന്നാൽ രാത്രി ആദർശിന് ഒരുപാട് കവിതകൾ പറഞ്ഞു, എന്നെ ഈ റൂം മൊത്തം എടുത്തുകൊണ്ട് നടന്നൊക്കെ ഓർക്കുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആദർശ് ഇങ്ങനെ ഓർത്ത് നോക്കാണ്. അപ്പോൾ ആദർശിൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് നയനിങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നത്, രണ്ടുപേരും ഹഗ് ചെയ്യുന്നതും ഞാനിങ്ങനെ കിസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആദർശിങ്ങനെ ഓർക്കാണ്. ഈശ്വര എല്ലാം കൈവിട്ട് പോയെന്ന് തോന്നുന്നേ. അങ്ങനെ നയയുടെ മുല്ലപ്പൂവിൻ്റെ മണത്തെക്കുറിച്ച് പറഞ്ഞതും അവളുടെ ഡിസൈനിനെ കുറിച്ച് പറഞ്ഞതും അവളുടെ ഭംഗിയെക്കുറിച്ച് പറഞ്ഞതും കിസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ആദർശിങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശിങ്ങനെ തലയിൽ കൈവച്ചിട്ടുണ്ട് ഈശ്വര എല്ലാം അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും നയനെ ചോദിക്കുകയാണ് എന്താ ആദർശിട്ടാ എന്താ അവസാനിച്ചു എന്നായി പറഞ്ഞത്, ഇന്നലെയല്ലേ ശരിക്കും നമ്മളെ ജീവിതം ആരംഭിച്ചത് തന്നെ, അപ്പോഴേക്കും അവസാനിച്ച് നിൽക്കിങ്ങനെ അപശകരമായിട്ട് സംസാരിക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. നീ മിണ്ടിപ്പോകരുത്, നീ അതിനകത്തിന് കാരണക്കാരെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടാ, ആ കൂൾ ഡ്രിങ്ക്സിൽ ആരോ എന്താ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചിട്ട് നന്ദു ഇന്നലെ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തത്, അത് തന്നെ നമ്മളും കഴിച്ചത്, എന്തായാലും നമ്മൾ റൂമിനകത്ത് വന്നത് ഭാഗ്യമായി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നയനെ എഴുന്നേറ്റ് പോയിട്ട് കുളിക്കുന്നൊക്കെ ഉണ്ട്. ആദർശം എഴുന്നേറ്റ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. നയനെ കുളിച്ചിട്ട് വരുമ്പോഴേക്കും നയനെ നാണത്തോടെ ആദർശം നോക്കുമ്പോഴേക്കും എന്താണ് നോക്കുന്നത് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, എത്രയും പെട്ടെന്ന് അച്ഛ എന്ന് വിളിക്കാൻ എന്താ എൻ്റെ വയറ്റിൽ ഒരാൾ കൂടി വരുമെന്ന് പറയുമ്പോഴേക്കും ആദർശ് എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തല ഇങ്ങനെ ഭിത്തിക്കിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവനും പോയി കുളിച്ചിട്ട് വരുന്നുണ്ട്. അങ്ങനെ അടുക്കളയിൽ കയറിയിട്ട് നയന ചായയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ആദർശ് ഇങ്ങനെ ഒരുങ്ങി താഴേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നയനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ഇന്നലത്തെ കാര്യമൊക്കെ ആലോചിക്കുന്നുണ്ട്. ഈശ്വരനെ അവളെങ്ങനെ പ്രഗ്നൻ്റ് ആവുമോ, ഇന്നലെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നൊക്കെ ഓർത്തിട്ട് ആദർശ് ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവളെ തന്നെ നോക്കുന്നത് കണ്ടിട്ട് ദേവയാനി എന്താണ് നീ വായു പൊളിച്ച് നോക്കിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല അമ്മയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന കൊണ്ടുവന്ന് കോഫിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ബാക്കി രസകരമായ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വരുന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.